നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടാണ് യൂട്യൂബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ യൂട്യൂബ് ഏർണിംഗ്സ് വർദ്ധിക്കും. യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ചധികം പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതരും. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. യൂട്യൂബിൽ റെഗുലർ ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കറിയാം, ബ്രാൻഡ് പ്രൊമോഷൻസ് യൂട്യൂബ് ഏർണിംഗ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആഡ്സെൻസിൽ നിന്നുള്ള ആഡ് ഏർണിംഗ്സ് മാത്രമല്ല, ബ്രാൻഡ് പ്രൊമോഷൻസ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എമൗണ്ട് ഓരോ മാസവും യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബ്രാൻഡ് പ്രൊമോഷൻസ് പലപ്പോഴും നമുക്ക് നമ്മുടെ ചാനലിന്റെ കാറ്റഗറി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം യൂട്യൂബ് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ യൂട്യൂബ് കണക്റ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒന്ന് ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ മെയിലിന്റെ അതിൽ യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ യൂട്യൂബ് പറയുന്നത്, യൂട്യൂബിൽ ഒരുപാട് ബ്രാൻഡുകൾ, ഒരുപാട് കമ്പനീസുമായിട്ടൊക്കെ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനികൾക്കൊക്കെ പല ക്രിയേറ്റേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ബ്രാൻഡ് പ്രൊമോഷൻസ് കൊടുക്കാനും അവരുടെ ചാനലിലൂടെ ആ പ്രൊഡക്റ്റുകളുടെ ആഡ്സ് റൺ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പം കമ്പനികൾക്ക് ഈ ചാനലുകളെ അപ്രോച്ച് ചെയ്യാനും ഈ ചാനലുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പനികൾക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാനലിലെ വ്യൂവോ ലൈക്കോ കമന്റോ വിസിബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കിയല്ല ചില കമ്പനികൾ പ്രൊമോഷൻ ചെയ്യുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഉള്ള അനലിറ്റിക്സ് അവർക്ക് ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു ചാനലിന്റെ ഡെമോഗ്രഫിക് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് റീജിയനിൽ നിന്നാണ് ആ വീഡിയോകൾ കൂടുതൽ വാച്ച് ചെയ്യപ്പെടുന്നത്, ഏത് കൺട്രി ആണ്, ഏത് സ്റ്റേറ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് ഏതാണ്, അതേപോലെ മെയിൽ ആണോ ഫീമെയിൽ ആണോ കൂടുതൽ വാച്ച് ചെയ്യുന്നത്, ഇതൊക്കെ കമ്പനികൾക്ക് ആവശ്യമായിട്ട് വരും. ഇതൊന്നും ഒരു ചാനലിൽ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കത്തില്ല. ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റേഴ്സിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അവരുടെ ചാനലിലെ ഈ ഡേറ്റകളൊക്കെ, ഈ ഡെമോഗ്രഫിക് ഡേറ്റസും കാര്യങ്ങളും. അപ്പൊ ഈ ഡേറ്റ കൊടുക്കാനുള്ള ഒരു പെർമിഷനാണ് ഇവിടെ യൂട്യൂബ് ചോദിക്കുന്നത്. അപ്പൊ ഇതിലൂടെ യൂട്യൂബ് നമുക്ക് തരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രാൻഡുകൾക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ചാനൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാനും ബ്രാൻഡ് പ്രൊമോഷൻസ് തരാനും സാധിക്കും. അപ്പൊ അത് യൂട്യൂബിന്റെ ത്രൂ ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആകും, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് വേറെ രീതിയിലുള്ള തട്ടിപ്പ് പരിപാടിയൊന്നുമല്ല, ഇത് ഗൂഗിളിന്റെ തന്നെ ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ ചാനലിലും ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കമ്പൽസറി അല്ല, എല്ലാവരും ഇത് ചെയ്യണമെന്നൊന്നുമില്ല. താല്പര്യമുള്ളവർ മാത്രം ബ്രാൻഡ് പ്രൊമോഷൻസ് ഫ്യൂച്ചറിൽ കിട്ടണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ മെയിൽ ഓപ്പൺ ആക്കി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കൺഫേം യുവർ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആവും. YT സ്റ്റുഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം, അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഒന്നും ഇനിയും വരത്തില്ല. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രൊമോഷൻസ് എന്തെങ്കിലും ബ്രാൻഡുകൾക്ക് നമ്മുടെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് യൂട്യൂബുമായിട്ട് ടൈപ്പുള്ള യൂട്യൂബിന്റെ കയ്യിലുള്ള ബ്രാൻഡുകൾക്ക് നമ്മുടെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏത് രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് അറിയത്തില്ല. ഒരു പക്ഷേ യൂട്യൂബ് തന്നെ ആയിരിക്കും അത് കണക്ട് ചെയ്യുക, അതോ ഇനിയും ബ്രാൻഡ് തന്നെ ആയിരിക്കും നമ്മളെ കണക്ട് ചെയ്യുക, അത് അറിയത്തില്ല. അത് കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഇതാണ് അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകത്തില്ല. ഇപ്പൊ കിട്ടുന്ന ഏർണിംഗ്സ് കുറയൊന്നും ചെയ്യത്തില്ല. ഫ്യൂച്ചറിൽ ഏർണിംഗ്സ് കൂടാനുള്ള സാധ്യതയെ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലും എനേബിൾ ചെയ്യാം. പലപ്പോഴും ഇങ്ങനെയുള്ള മെയിലുകളിലൂടെയുള്ള യൂട്യൂബിന്റെ അപ്ഡേറ്റുകളൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചെയ്തിട്ടേ എപ്പോഴെങ്കിലുമൊക്കെ പ്രൊമോഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. കാരണം കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ബ്രാൻഡ് പ്രൊമോഷൻസ് കൂടെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള പല മാർഗ്ഗങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചെങ്കിൽ അത് നമ്മളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അതിലൊരു മാർഗ്ഗമാണ് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഫീച്ചർ. അപ്പം എല്ലാവരും എനേബിൾ ചെയ്തിട്ടുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾക്കുള്ള റിപ്ലൈ അവിടെയും കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോയോട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.